അപ്പം ഇന്ന് ഞങ്ങൾ തലശ്ശേരി അമ്പലം ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞു, കൊടിയേറ്റവും കൊടിയിറക്കമൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചത് ചൊറവളയാണ്. പണ്ടത്തെ നൊസ്റ്റു അടിച്ചു എനിക്ക്. മോൾക്ക് ഞാനിന്ന് പട്ടുപാവാടയും ബ്ലൗസുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കയ്യിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ഒരു കയ്യിലിടുമ്പം തന്നെ പിന്നെ ആൾ സമ്മതിച്ചില്ല. ഇനി ആളെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് മുടിയെല്ലാം കിട്ടിയിട്ട്? അവൾക്ക് അതിട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ പറയായിരുന്നു നിങ്ങളോട് ടാറ്റ പറയാമെന്ന്. അതാ ക്യാമറ നോക്കിയിട്ട് ടാറ്റ പറയുന്നത്. നല്ല ഭംഗിയില്ലേ? പക്ഷെ ആൾ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. ഈ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും പനി വന്നു. ഇനിയും മാറിയിട്ടില്ല. അതാണ് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു മടി. ക്ഷീണമാണ്, പിന്നെ കാലാവസ്ഥ ചൂടല്ലേ. അപ്പം ഞാനും ഇനി വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പം ഞാനും വേഗം ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഞാനും അമ്മയും മോളുമാണ് പോകുന്നത്. ഓട്ടോയിൽ പോകണം, അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ 8 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലെ വീഡിയോ ആണിത്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ 3-4 ദിവസം പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് പണി കിട്ടി. അപ്പോൾ ഓട്ടോയിലെല്ലാം പോയി അവിടെ എത്തി. അപ്പോൾ കുറേ 2 സൈഡിലും ഇഷ്ടം പോലെ ചന്തകളുണ്ട്. കാഴ്ചകൾ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് അമ്പലത്തിൽ പോയാൽ. ഈ ചന്തകൾ തന്നെ കുഞ്ഞുവാവ ഇപ്പം വർത്തമാനം പറയാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആൾ ഓരോന്ന് ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട്. ഞാനത് കാണാത്ത പോലെ ഇരിക്കുകയാണ്. എല്ലാം ഇപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഇതിലിപ്പോൾ കുഞ്ഞുവാവ ആയത് ഞാനാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടോളൂ. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ മറ്റേ കയ്യിൽ മെഹന്തി അടിക്കില്ലേ, അതാണ് പെട്ടത്. അപ്പോൾ എനിക്കൊരു പൂതി, കയ്യിൽ അതൊന്ന് ടാറ്റു പോലെ അടിച്ചു വെച്ചാലോന്ന്. പണ്ട് കുഞ്ഞിലെ എപ്പോഴും അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മ പറയും നിനക്ക് പ്രാന്താണ്. ഫുൾ കൈ 50, ഹാഫ് കൈ 40, അങ്ങനെ എന്തോ ആണ് അവൻ പറഞ്ഞത്. ഞാൻ കയ്യിൽ അടിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. ഈ ചെക്കനാണ് എൻ്റെ കയ്യിൽ ഇത് ചെയ്ത് തന്ന മെഹന്തി. ഇത് ചെയ്യുമ്പോൾ ആ കുട്ടി പറഞ്ഞിരുന്നു ഒരാഴ്ച ഇത് കയ്യിൽ നിൽക്കുന്നത്. ഞാനിത് ചെയ്തിട്ട് പിറ്റേന്ന് ഡ്രസ്സ് അലക്കി കഴിയുമ്പോഴേക്കും ഇതെല്ലാം മായഞ്ഞു പോയിരുന്നു. എൻ്റെ 50 രൂപ ഗോപി ചുമ്മാ ചെയ്തത്. അപ്പം കണ്ടപ്പോൾ എന്തോ ഭയങ്കര ആഗ്രഹങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിറവേറ്റാണ്ടിരിക്കാൻ പാടില്ലല്ലേ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിറ്റേന്ന് മുതൽ എൻ്റെ കൈ ചൊറി പിടിച്ച പോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ലുക്ക് എനിക്കിഷ്ടമായി. അപ്പോൾ മെഹന്തിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറേ ഉണ്ട്, കുറച്ചധികം നടക്കാനുണ്ട് പിന്നെ അമ്പലത്തിലേക്ക്. അത്രയും ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ കൈ നോക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. വെറുതെ ഓരോ ആഗ്രഹം തോന്നിയാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പാടില്ലല്ലോ. കുഞ്ഞാഗ്രഹമല്ലേ. അപ്പോൾ 2 സൈഡിലും ഒരുപാട് കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. കാഴ്ചകളൊക്കെ നടന്ന് പോകണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെ ലൈറ്റ് ഇട്ടാൽ നല്ല ഭംഗിയാണേ. അതിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ പോയത്. പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഉത്സവം തുടങ്ങിയിരുന്നേ. ഒരു 5 മണിയാകുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഉത്സവം തുടങ്ങും. ഒരു 7-7:30 ആകുമ്പോൾ ആദ്യത്തെ ഉത്സവം കഴിയും. പിന്നെ രണ്ടാമത്തത് 9 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ ആനയൊക്കെ ഇങ്ങനെ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. കുറച്ച് ഞാൻ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം.
അപ്പോൾ ഒരു 6-6:30 അങ്ങനെ ആകുമ്പോഴേക്ക് ക്ഷേത്രത്തിൽ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് പുറത്ത് വന്നിട്ട് പിന്നെ വീഡിയോ എടുത്തത്. നല്ല ഭംഗിയാണ് ലൈറ്റ് കൊണ്ട്, എന്താ ഭംഗി. ഗണപതിൻ്റെയും ശ്രീകൃഷ്ണൻ്റെ കുറേ ദൈവത്തിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ ബൾബ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. മുമ്പിൽ കണ്ടോ, ശിവനും പാർവതിയും, അങ്ങനെ ഒരുപാട് ദൈവത്തിൻ്റെ ഗണപതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു റൗണ്ട് ആന ഇങ്ങനെ ക്ഷേത്രം ചുറ്റും, ഇത് 3 റൗണ്ട് ആന ചുറ്റും, എന്നിട്ടാണ് ആദ്യത്തെ ഉത്സവം കഴിയുക. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ 9 മണിക്ക് തുടങ്ങുക. 9 മണി വരെ ഒന്നും കാത്തിക്കാൻ പറ്റില്ല, കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുക ചെയ്തേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മോൾക്ക് പൂഴിയിലൂട്ട് നടക്കാൻ, ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം എന്ന് പറഞ്ഞാൽ പൂഴിയാണ്, പൂഴിയിലൂട്ട് നടക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇവക്ക് പൂഴിയിലൂട്ട് നടക്കാൻ ഭയങ്കര ആഗ്രഹം. കുഞ്ഞു മക്കളെല്ലാം അവിടെ നിന്ന് പൂഴിയിൽ നിന്ന് കളിക്കുന്ന ഇവൾ കാണുന്നുണ്ട്. കൈയൊന്നും പിടിക്കാനും സമ്മതിക്കുന്നില്ല. പിന്നെ അമ്മേൻ്റോടും എന്നോടും കൈ പിടിക്കാൻ പറയുന്നു. വീഴുന്നതിന് പട്ടുപാവാടയും ബ്ലൗസൊക്കെ എല്ലാം ഇട്ടേ, നടക്കാനും പറ്റുന്നില്ല അതിന്. ഈ പൂഴിയിലൂട്ട് നടന്നതാണ് പണി കിട്ടിയത്. നല്ല പൊടിപാറ്റ് ഉണ്ടേനു ആൾക്കാർ നടക്കുന്നതുകൊണ്ട്. പിന്നെ പിറ്റേ ദിവസമെല്ലാം വെള്ളം കുടഞ്ഞിട്ട് പൊടിപാറ്റെല്ലാം മാറ്റിയതാണ് അവർ. അപ്പോൾ ഇത് ഞാൻ വേറൊരു ദിവസം കൂടി പോയിരുന്നു, ഇതിൻ്റെ കൂടെ ഉള്ളിൽ ഞാൻ കുത്തിക്കയറ്റിയതാണ്. കാരണം അങ്ങോട്ടൊന്നും അന്ന് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാണിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മന്ദിരമാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം വന്നേരം ഈ ഭാഗത്തൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഗുരുദേവൻ്റെ മന്ദിരത്തിൻ്റെ ബാക്കിലാണ് ചിറ, നല്ല ഭംഗിയില്ല. അന്ന് ഇവിടെയൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും കൂടി ഇതിൻ്റെ നടുക്കാൻ എഡിറ്റ് ചെയ്തിട്ടതാണ്. നല്ല ഭംഗിയില്ല കാണാൻ. ചിറയിലൊന്നും ഒന്നും ഇറങ്ങിയിട്ടില്ല. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി, വെള്ളമെല്ലാം കണ്ടുതരാം. അതിൽ ഇറങ്ങാൻ ആൾ കളിക്കുന്നത്, ഇറങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം, അതിനെക്കാട്ടും മുമ്പത്തെ വർഷം ഒരു കുട്ടി ചിറയിൽ ഉത്സവ സമയത്ത് വീണിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അവിടുന്ന്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ചന്തയിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവൾക്ക് എന്തെങ്കിലും കുറച്ച് സാധനം വാങ്ങണം, കുറച്ച് വളയോ ഹെയർ ബോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ഒരൊറ്റ വള ഇവളെ സൈസിലില്ലായിരുന്നു. കുറേ നോക്കിയിട്ട് 2 കിട്ടിയത്. കുഞ്ഞി കയ്യായതുകൊണ്ട് ആ സൈസിലൊന്നും അവിടെ വളയില്ലായിരുന്നു. അപ്പോൾ ഇനിയൊന്ന് കുറച്ച് ചന്തയിലെ കാഴ്ചകൾ കാണിച്ചു തരാം. കുറച്ച് ഞാൻ മ്യൂസിക് ഇട്ട് കാണിച്ചു തരാം, അല്ലാണ്ട് എന്താ പറയാനാണ് ഞാൻ. പിന്നെ ഞാൻ മോക്ക് വാങ്ങിക്കൊടുത്ത ഒരു സാധനം കണ്ടോ, വെള്ള പൂച്ചക്കുട്ടി. അതിനെ കൈയുമെന്ന് താഴെ വെക്കുന്നില്ലായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് അലുവ വാങ്ങാതെ എങ്ങനെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഒരു 1 കിലോ അലുവയും കൂടി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്. ഈ കാണുന്ന അലുവയ്ക്ക് കുണാഫ അലുവയാണ് പോലും കിലോന് 800 രൂപ. അപ്പോൾ അതൊന്നല്ല വാങ്ങിയത്, ഞങ്ങൾ ചെറിയ റേറ്റുള്ള അലുവയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ്.